കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം, സ്വാഗതം. നാരായണീയം ഇന്ന് ദശകം 4-ലെ 15-ാമത്തെ ശ്ലോകം. ഇതാണ് അതിലെ അവസാനത്തെ ശ്ലോകം. അപ്പോൾ ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നമുക്ക് നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. അതായത് അഷ്ടാംഗ യോഗത്തെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ 14 ശ്ലോകങ്ങളിലും ഈ ഒരു ദശകത്തിൽ നമ്മൾ സംസാരിച്ചത്, അല്ലെങ്കിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ എന്നാൽ ആ അഷ്ടാംഗ യോഗത്തിലെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മേൽപ്പത്തൂർ പറയുന്നത് ഭഗവാന്റെ നാമങ്ങൾ സ്തുതിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ദശകത്തിൽ തന്നെ ജീവാത്മാവിൻ്റെ ഗതി, സമാധി അവസ്ഥയ്ക്ക് ശേഷം ജീവാത്മാവ്, പുനർജന്മമില്ലാത്ത ജീവൻ്റെ ഗതി, അതിനെ അർച്ചിരാതി ഗതി എന്ന് പറയും. അതെങ്ങനെയാണത്, അതിൻ്റെ സഞ്ചാരം എങ്ങനെയാണ് എന്നും, ഊർധ്വലോകങ്ങളിലെ കൂടെയൊക്കെ വൈകുണ്ഠം, ബ്രഹ്മലോകം, ദേവലോകമൊക്കെ ഇഷ്ടംപോലെ സഞ്ചരിക്കാം ആ ജീവന് എന്നും, അതുപോലെ തന്നെ ബ്രഹ്മത്തിൽ ലയിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പല ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ എന്നാലും മേൽപ്പത്തൂർ ഇവിടെ നാമജപത്തിൻ്റെ പ്രാധാന്യം പറയുന്നു. നാമജപമാണ് അതിനേക്കാളും ഒക്കെ എത്രയോ വിശിഷ്ടം എന്നും, നാമജപത്തിലൂടെ ഇപ്പോൾ അഷ്ടാംഗയോഗ പദ്ധതിയിലൂടെ നമ്മൾ ലഭിക്കുന്ന, നമുക്ക് എന്താണോ നമ്മൾ നേടിയെടുക്കുന്നത് അത് നാമജപത്തിലൂടെ പോലും നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഏതൊരു സാധാരണ സാധകനും ഉപാസകനും ഭക്തി മാർഗത്തിലൂടെ, നാമജപത്തിലൂടെ ഈ ഒരു കലികാലത്ത് എല്ലാ ദോഷങ്ങളും ഇല്ലാത്ത ഒരു എന്താ പറയുക, പരമപദ പ്രാപ്തിക്ക് യോഗ്യത നേടുന്നു ഉപാസകൻ, അല്ലെങ്കിൽ ഭക്തൻ, സാധകൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂരിൻ്റെ ആ ഒരു സംസ്കൃതത്തിലുള്ള ആ ഒരു പാണ്ഡിത്യവും, വ്യാകരണത്തിലുള്ള പാണ്ഡിത്യവും, അതുപോലെ കാളിദാസൻ്റെ കാവ്യങ്ങളെ പോലെയാണ്, പിന്നെ അതിനോട് കിടപിടിക്കുന്നതാണ് അത്രേ മേൽപ്പത്തൂരിൻ്റെ കാവ്യ നിർമ്മാണം. അതുകൊണ്ട് തന്നെ ഇതിലെ ശ്ലോകങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ ആ ഒരു ദർശനം, അതും ഈ നാരായണീയത്തിലെ ഉടനീളം നമുക്ക് കാണാം. ഇതൊക്കെ ചേർന്ന ഒരു വ്യക്തിത്വമാണ് മേൽപ്പത്തൂരെന്ന് പറയുന്നത്. പാണിനിയുടെ വ്യക്തിത്വവും അതുപോലെ കാളിദാസൻ്റെ കാവ്യനിർമ്മാണ ആ ഒരു ചാതുര്യവും, അതുപോലെ ശങ്കരാചാര്യരുടെ ദാർശനികതയും ഒക്കെ ഒത്തുചേർന്നതാണ് എന്ന് ഇവിടെ വ്യാഖ്യാനങ്ങളിലൊക്കെ കാണുന്നു. അപ്പോൾ ഇവിടെ താൻ സ്വയം ഏറ്റെടുത്തു വാതരോഗം, തൻ്റെ അമ്മാവനായിട്ടുള്ള അച്യുത പിഷാരടിയുടെ വാതരോഗം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അത് ശമിപ്പിക്കാനായിട്ട് ഗുരുവായൂർ നടയിലിരുന്നു കൊണ്ട് ഭാഗവതത്തിൻ്റെ തന്നെ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് 100 ദശകങ്ങളിൽ 1040ഓളം ശ്ലോകങ്ങൾ രചിച്ചുകൊണ്ട് ആ ഒരു ഭക്തിയുടെ മഹിമ ലോകർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നാരായണീയത്തിലൂടെ മേൽപ്പത്തൂർ നടത്തിയത്. അപ്പോൾ ഇവിടെ ശാരീരികമായതും മാനസികമായതുമായ എല്ലാ രോഗങ്ങൾക്കും ഒരു ദിവ്യ ഔഷധമാണ് ഈ ഒരു നാരായണീയം എന്നൊരു അറിവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ആയിരിക്കണം നമ്മളത് പഠിക്കേണ്ടതും അതുപോലെ പാരായണം ചെയ്യേണ്ടതുമൊക്കെ. അപ്പോൾ നമുക്ക് ലഭിച്ച ഒരു ഔഷധമാണ് നാരായണീയം എന്ന് പറയുമ്പോൾ ആ ഔഷധം തന്നെ ഗുരുവായൂരപ്പനാണെന്ന് പറയാം. അപ്പോൾ അത് സേവിക്കാനുള്ള ഒരു രീതി അത് പറഞ്ഞിരിക്കുന്നതാണ് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലെ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധ്യാനം, ധാരണ, സമാധി എന്ന 8 പടികൾ. അപ്പോൾ ഈ പടികളെല്ലാം നമുക്ക് ആ ഒരു ഔഷധം, ദിവ്യ ഔഷധമായിട്ടുള്ള നാരായണീയം സേവിക്കാനുള്ള രീതി പറഞ്ഞു തരുന്നതാണ് അഷ്ടാംഗയോഗത്തിലെ ഈ 8 നിയമങ്ങൾ. അപ്പോൾ ഇങ്ങനെ എല്ലാം പറയുമ്പോഴും അവിടെ നാരായണീയ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിനേക്കാളുമൊക്കെ ശ്രേഷ്ഠമാണ്, അഷ്ടാംഗയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ നാമങ്ങൾ സ്തുതിക്കുന്നത് എന്നും, നാമജപത്തിൻ്റെ പ്രാധാന്യവും കൂടെ, ഭക്തിയുടെ പ്രാധാന്യവും ഒക്കെ എടുത്ത് കാണിക്കുന്ന ഒരു ശ്ലോകമാണ് ശ്ലോകം 15. അല്ലെങ്കിൽ ഈ നാരായണീയം മുഴുവൻ അങ്ങനെയാണ്. ശ്ലോകം 15 ഇപ്പം നമുക്ക് നോക്കാം. പുനർജന്മമില്ലാത്ത ജീവൻ്റെ ഗതിയാണ് അർച്ചിരാതി ഗതി എന്ന് പറഞ്ഞു.
അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഗതിയിലൂടെയൊക്കെ പരമപദത്തിൽ എത്തി ബ്രഹ്മത്തിൽ ലയിച്ച ജീവാത്മാവിൻ്റെ ഗതിയെക്കുറിച്ചും ആ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായിട്ട് ഈ ദശകം മുഴുവൻ ചർച്ച ചെയ്തു. അപ്പോൾ ഇത് ഒരു സംഹരിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ്. ഈ ഒരു ദശകത്തിൻ്റെ അവസാനത്തെ ശ്ലോകമാണ്, ശ്ലോകം 15. അപ്പം നാരായണീയം ദശകം 4 ശ്ലോകം 15 ഒന്ന് ചൊല്ലാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗണേശായ നമ, സരസ്വത്യേ നമ. ശ്ലോകം 15. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മകഭവദ്ഗുണോദയാനുച്ഛരന്തമനിലേശ പാഹി മാം. ഒരിക്കൽ കൂടെ ഈ ശ്ലോകം ചൊല്ലാം. നാരായണീയം ദശകം 4 ശ്ലോകം 15. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മകഭവദ്ഗുണോദയാനുച്ഛരന്തമനിലേശ പാഹി മാം. അപ്പോൾ എന്താണ് പറയുന്നത്? ജഗത്പതിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ, ഈ പ്രകാരം ഈ ജീവൻ്റെ ഗതി, അർച്ചിരാദിഗതി എന്ന് പറഞ്ഞ സമാധി കഴിഞ്ഞ് സഞ്ചരിക്കുന്ന ജീവാത്മാവിൻ്റെ ഗതി, അർച്ചിരാദിഗതിയെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് പുനർജന്മമില്ലാത്ത ജീവൻ്റെ ഗതിയാണ്. ആ ഗതിയെ പ്രാപിക്കുന്ന ജീവൻ അധപ്പതിക്കുന്നില്ല എന്ന്, ഊർധ്വലോകങ്ങളിലേക്ക് പോയിട്ട് അവസാനം ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഗുണോദയങ്ങളെ ഇപ്രകാരമൊക്കെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ അഷ്ടാംഗയോഗം കൊണ്ട് നേടാവുന്ന പരമപദത്തെയും അതിലെത്താനുള്ള ഭിന്ന മാർഗങ്ങളെയുമാണ് മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ചത്. ആ 8 മാർഗങ്ങളാണ് യമ നിയമ ആസന പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി. ആ 8 പടികളിലൂടെ പോകുമ്പോൾ ആ ഒരു ജീവാത്മാവിന് പുനർജന്മമില്ലാത്ത ആ ഒരു പരമപദത്തെ, ബ്രഹ്മത്തെ അതിൽ ലയിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ ആ ഒരു അനുഷ്ഠാന പദ്ധതിയെക്കുറിച്ചാണ് നമുക്ക് നാരായണീയ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ നമുക്ക് ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ഈ ഭൗതിക ജീവിത വിജയത്തിന് അതിൻ്റെ വിജയത്തിനാവശ്യമായ പല സിദ്ധികളും അതിലൂടെ ഉണ്ടാവുമെന്നും ആത്യന്തികമായിട്ട് മോക്ഷവും ലഭിക്കും. അപ്പം നമുക്ക് ആവശ്യം മോക്ഷമാണല്ലോ. മോക്ഷം എന്ന് പറയുമ്പോൾ ആ ഒരു ദുഃഖമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഈ യോഗ സാധനകളുടെ 8 ഘട്ടത്തിലൂടെ ഒരു ഉപാസകൻ കടന്നു പോകുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ വീണ്ടും ഈ എന്താ പറയുക, ഇങ്ങനെ താഴോട്ട് പതിച്ചു പോവും. അതിനുള്ള സാധ്യതയും പറഞ്ഞു തരുന്നുണ്ട്, ആചാര്യൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നമുക്ക് ഉപാസകന് ഇപ്പോൾ എല്ലാ അറിവും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു പാതയിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, വീണ്ടും താഴോട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഈ അഷ്ടാംഗയോഗ ചര്യയിലൂടെ ആ ഒരു പരമപദമായ ബ്രഹ്മത്തിൽ ലയിക്കാൻ ആവശ്യമായ അതിനൊരു ആരോഗ്യം കൂടെ വേണം. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ വാതരോഗത്താൽ കഷ്ടപ്പെടുന്ന മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഓരോ ഘട്ടത്തിലും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം വളരെ അത്യന്താപേക്ഷിതമാണ് എന്നും നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് അഷ്ടാംഗയോഗത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ അതില്ല എന്ന് ഒരിക്കലും മേൽപ്പത്തൂർ പറയുന്നില്ല. കാരണം അഷ്ടാംഗയോഗത്തിലൂടെ മാത്രമേ ആ ഒരു ആരോഗ്യം, നല്ലൊരു ആരോഗ്യമുള്ള ഒരു ഉപാസകന് മാത്രമേ ആ ബ്രഹ്മപദത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ആ ഒരു അഷ്ടാംഗയോഗം അതിൻ്റെ പ്രാധാന്യത്തെ നിരാകരിക്കാതെ തന്നെ, അതിനെ തള്ളിക്കളയാതെ തന്നെ ആചാര്യൻ നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നു. അപ്പോൾ പറയുന്നു, സച്ചിദാത്മക ഭവോദ്ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹിമ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ. അതായത് ഭഗവാന്റെ ഗുണങ്ങൾ ഉച്ചരിക്കുന്നത്, ഭഗവാനെ സ്തുതിക്കുന്നത്, അതൊക്കെ അഷ്ടാംഗയോഗത്തേക്കാൾ ഫലപ്രദമാണ്. അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ
അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഗുണങ്ങൾ കീർത്തിക്കാം, ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഹേ ജഗത് അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം. വാക്കുകളുടെ അർത്ഥം നോക്കാം. ഹേ ജഗത്പദേ, ജഗത്പതിയായ ജഗത്തിൻ്റെ പതിയായിട്ടുള്ള ഗുരുവായൂരപ്പ, ഈ ദൃശ്യം ഇപ്രകാരമുള്ള അർച്ചിരാദിഗതി, അതായത് അർച്ചിരാദിഗതി തുടങ്ങിയ ജീവൻ്റെ ഗതിയെ വ്രജൻ പ്രാപിക്കുന്നവനായ ജീവാത്മാവ് വിച്യുതിം വീഴ്ചയെ ന ഭജതെ പ്രാപിക്കുന്നില്ല. ഹേ സച്ചിദാത്മക, സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ ഗുരുവായൂരപ്പ, അനിലേശ അതായത് വായുപുരേശ ഗുരുവായൂരപ്പ, ഭവത് ഗുണോദയാൻ ഗുരുവായൂരപ്പൻ്റെ ഗുണോദയങ്ങളെ ഉച്ചരന്തം മാം ഉച്ചരിക്കുന്ന എന്നെ പാഹി രക്ഷിക്കണേ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഭഗവാൻ ജഗത്പതിയായ അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ അർച്ചരാദിഗതി തുടങ്ങിയ പുനർജന്മമില്ലാത്ത ആ ജീവൻ്റെ ഗതിയിലൂടെ കടന്നുപോയി ജീവൻ ബ്രഹ്മത്തിലെത്തുമ്പോൾ ആ ഗതിയെ പ്രാപിക്കുന്ന, അർച്ചരാദിഗതിയെ പ്രാപിക്കുന്ന ജീവൻ അധപ്പതിക്കുന്നില്ല എന്നും സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണങ്ങളെ ഉച്ചരിക്കുന്ന എന്നെ രക്ഷിക്കണമേ എന്നും പറയുന്നു. അപ്പോൾ ഭവദ്ഗുണോദയ, ഭഗവാന്റെ ഗുണോദയങ്ങളെ ഉച്ചരന്തം ഉച്ചരിക്കുന്ന അനിലേശ പാഹിമാൻ ഗുരുവായൂരപ്പ, പാഹിമാൻ രക്ഷിക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങൾ ഉച്ചരിക്കുന്നതിൻ്റെ ഒരു ശ്രേഷ്ഠതയെക്കുറിച്ച് ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നു. ഭഗവാനെ സ്തുതിക്കുന്നത് ഒക്കെ നമ്മുടെ ആ ഒരു പാതയിൽ, ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു പാതയിലൂടെ ഭഗവത് പ്രാപ്തിയാണല്ലോ ഒരു ഉപാസകൻ ലക്ഷ്യമാക്കുന്നത്. അതിന് സഹായിക്കുന്നതാണ് എന്നും അഷ്ടാംഗയോഗം, അഷ്ടാംഗയോഗവും വളരെ ശ്രേഷ്ഠമാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ അഷ്ടാംഗയോഗം, ഈ 8 പടികളിലൂടെ കടന്നു പോയാൽ മാത്രമേ നല്ല ആരോഗ്യത്തോടുകൂടി ഈ ഒരു പാതയിലൂടെ മുന്നേറാൻ ഒരു ഉപാസകന് കഴിയൂ എന്നും, അഷ്ടാംഗയോഗം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നേറുന്ന സാധകന് അതിനേക്കാളും ഫലപ്രദമാണ് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഗുണങ്ങൾ കീർത്തിക്കുന്നതും സ്തുതിക്കുന്നതും എന്നും കൂടെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നാമജപങ്ങളുടെ പ്രാധാന്യത്തെ ഒന്നും കൂടെ ഉയർത്തി കാണിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്നും കൂടെ ഭഗവാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു ദശകം അവസാനിപ്പിക്കുന്നു. ഈ ഒരു ദശകം 4, 15ാമത്തെ ശ്ലോകം, ആ 15 ശ്ലോകങ്ങളുണ്ട്. മിക്കവാറും ഒരുപാട് ദശകങ്ങളിൽ 10 ശ്ലോകങ്ങളേ ഉള്ളൂ. ചില ദശകങ്ങളിൽ മാത്രം 11, 12 കാണാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് തോന്നുന്നു. 15 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ശ്ലോകം 15 ഒരിക്കൽ കൂടെ വായിക്കാം. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.